വാർത്തകളിലേക്ക് വിശദമായി. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഗവർണറുടെ അംഗീകാരം. പ്രസംഗത്തിൽ മാറ്റങ്ങളൊന്നും ഗവർണർ നിർദ്ദേശിച്ചില്ല. വി അരുണൊപ്പം ചേരുന്നു. അരുൺ, മഞ്ഞുരുകിയോ? സർക്കാർ ഗവർണർ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന തെളിവായി കൂടി ഇതിനെ കാണണം. നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് ഗവർണറുടെ അംഗീകാരത്തിനായി കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു. ആ കരടിനാണ് ഇപ്പോൾ ഗവർണർ അംഗീകാരം നൽകിയിരിക്കുന്നത്. സർക്കാർ നൽകിയ കരട് നയപ്രഖ്യാപനത്തിൽ കാര്യമായ ഭേദഗതികളൊന്നും ഒരു ഭേദഗതിയും ഇല്ലാതെ തന്നെയാണ് ഗവർണർ അംഗീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ, ശക്തമായ വിമർശനങ്ങൾ ഒഴിവാക്കിയാണ് സർക്കാർ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി നൽകിയത്. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ അധികം അതിൽ ഉൾപ്പെടുത്തിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അനുമതി നൽകിയിരിക്കുന്നത്. കാര്യമായ ഭേദഗതികളില്ലാതെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഗവർണറുടെ അംഗീകാരം. പ്രസംഗത്തിൽ മാറ്റങ്ങളൊന്നും ഗവർണർ നിർദ്ദേശിച്ചില്ല. അരുൺ, ഈ മാറ്റങ്ങളൊന്നും നിർദ്ദേശിച്ചില്ല എന്നാൽ അതിനർത്ഥം എല്ലാ തവണയും പോലെ നയപ്രഖ്യാപന പ്രസംഗം അതിൻ്റെ കരട് സമർപ്പിക്കുന്നു, മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതിപ്പോൾ ഈ വിവാദ പശ്ചാത്തലത്തിലാണല്ലോ, സർക്കാരും ഗവർണറും രണ്ടു തട്ടിലെന്ന് തോന്നിപ്പിക്കുന്ന ഘട്ടത്തിലാണല്ലോ ഇത് വലിയ വാർത്തയാകുന്നത്. ഗവർണറെ ചൊടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഗവർണർക്ക് അഹിതമായ ഒന്നും നയപ്രഖ്യാപനത്തിന്റെ കരടിൽ ഉണ്ടാകരുതെന്ന ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉപസമിതി കരട് മന്ത്രിസഭാ ഉപസമിതി പി രാജീവ് അധ്യക്ഷ ഉപസമിതി നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയത്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ പരാമർശങ്ങൾ അടക്കമുള്ളവ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രിയാണ് പിന്നീട് മന്ത്രിസഭയെ ചുമതലപ്പെടുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും ലോകായുക്ത ഭേദഗതിയോ അല്ലെങ്കിൽ സർവകലാശാല നിയമവും അടക്കം സർക്കാരും ഗവർണറുമായി തർക്കമുള്ള വിഷയങ്ങളെ ഈ റിപ്പോർട്ടിൽ കാര്യമായി ആ കാര്യങ്ങൾ ഈ കരട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഹിതമായ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം അത് സ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി അംഗീകരിച്ച് സർക്കാരിന് കൈമാറുന്നു. സാധാരണഗതിയിൽ സർക്കാർ നൽകുന്ന നയപ്രഖ്യാപന പ്രസംഗം അതേപടി അംഗീകരിക്കാനുള്ള ബാധ്യത ഗവർണറെ കൊണ്ട് സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത്. എന്റെ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർ സാധാരണഗതി അംഗീകരിക്കേണ്ടതാണ്. പക്ഷേ സർക്കാരും ഗവർണറുമായി നല്ല ബന്ധത്തിലല്ലാതിരുന്നപ്പോൾ ഗവർണർ അതിൽ ചില ഉടക്കുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരമൊരു സാഹചര്യമല്ല. സർക്കാരും ഗവർണറുമായുള്ള ബന്ധം ഈ സർവകലാശാല ഭേദഗതി നിയമവും അതുപോലെ തന്നെ ലോകായുക്ത ഭേദഗതി നിയമവും ഒക്കെ അംഗീകരിക്കാതെ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഗവർണർ അതിപ്പോഴും പിടിച്ചു വയ്ക്കുമ്പോഴും ഈ അത് കഴിഞ്ഞുള്ള കാര്യങ്ങളിൽ സർക്കാരുമായി നല്ല ബന്ധത്തിൽ തന്നെയാണ് ഇപ്പോൾ ഗവർണർ പോകുന്നത്. അതുകൊണ്ടുകൂടിയാണ് നയപ്രഖ്യാപന പ്രസംഗം എന്ന നമുക്കറിയാം കഴിഞ്ഞ സഭാ സമ്മേളന കാലത്ത് നയപ്രഖ്യാപന പ്രസംഗം സർക്കാരിനെ മുൾമുറി നിർത്തി ഒപ്പിടാതെ പോലും മാറ്റിവെച്ച ഗവർണർ അതിനു മുമ്പ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ തനിക്ക് കേന്ദ്ര സർക്കാരിന്റെ വിമർശനങ്ങൾ, തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിച്ച ഗവർണർ, അതേ ഗവർണറാണ് ഇപ്പോൾ ഒരു എതിർപ്പുമില്ലാതെ ഒരു ഭേദഗതിയുമില്ലാതെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ശരി അരുൺ.